ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ യാത്ര സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 2:30 മണിയാണ് കേട്ടോ. ഇപ്പം 2:30 മണി കഴിഞ്ഞു. ഇപ്പം നമ്മളിനി നേരെ പോകുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 3:50 ഏർനാട് എക്സ്പ്രസ്സാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ എറണാകുളത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ ബിഗ് ബോസ് താരം ഷാനവാസിക്കയുടെ ഫാൻ മീറ്റപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ പാലാരിവട്ടത്ത് വെച്ചിട്ടാണ്. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പിന്നെ പറയാം. അപ്പോൾ നമ്മൾ നേരെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഉമ്മ അനിയനുമാണ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്. അനിയൻ വരുന്നില്ല, ഉമ്മ മാത്രമേ വരുന്നുള്ളൂ നമ്മളൊപ്പം. അപ്പോൾ ഉമ്മയെ കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാനാണ് അനിയന് വരുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് കാറ് കൊണ്ട് അവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ സേഫ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ കാറ് കൊണ്ട് പോവാത്തത്. അതുകൊണ്ടാണ് അനിയൻ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത് എന്നെ ഉമ്മയെ. അപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്, അത് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഇനി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ വെളുപ്പാങ്കാലം 3:30 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ട്രെയിന് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയിട്ടേക്കുന്നത്. അറിയാമല്ലോ, നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത്. ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളമായിട്ട് സീറ്റ് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് കൊല്ലം അങ്ങോട്ടൊക്കെ കഴിയുമ്പോൾ സ്ഥിരമായിട്ടുള്ള പാസഞ്ചേഴ്സ് കാണുമല്ലോ, അപ്പോഴത്തേക്കുമാണ് തിരക്ക് കൂടുന്നത്. അപ്പോൾ മോർണിംഗ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരുപാട് സീറ്റുകൾ ഒഴിവാണ്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കിടക്കുകയോ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അന്നത്തെ ദിവസം കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് 3:50 ആയപ്പോൾ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. ആലപ്പുഴയൊക്കെ എത്തിയപ്പോഴാണ് ഏകദേശം ഞാനൊന്ന് ഉണർന്നത്. സിംഗിൾ സീറ്റ് കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. ആലപ്പുഴയൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തെക്കാളും നല്ല തണുപ്പാണ് ഒരു 6:30 മണിക്കൊക്കെ. അത് ഞാനിതിൽ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് 9 മണിക്ക് തന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ മെട്രോയിലേക്കാണ് പോകുന്നത്. മെട്രോയിൽ കയറിയാണ് നമ്മളിനി പാലാരിവട്ടത്തേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടൽ നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഹോട്ടലുണ്ട്. അങ്ങനെ നമ്മളൊരു മുഗൾ റെസ്റ്റോറൻറ്റ് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അറിയാമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നമ്മൾ ഓർഡർ ചെയ്തത് 2 സെറ്റ് പൂരി മസാല, ദെൻ ഒരു മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇരുന്നപ്പോഴത്തേക്കും ആദ്യം ഉമ്മയുടെ മസാല ദോശ വന്നു, പിന്നെ നമ്മുടെ പൂരി മസാല വന്നു. പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മെട്രോയിലേക്ക് പോയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. നമ്മളല്ലാതെ കാറിലൊക്കെ ആയിരിക്കും ഡയറക്റ്റായിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം മെട്രോയിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ് മെട്രോ. ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷേ എല്ലാം നല്ല കൺവീനിയൻ്റ് ആയിരുന്നു. നമുക്ക് അവിടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മെട്രോ സ്റ്റേഷൻ. കണ്ടില്ല, ആ വലിയ ഇലക്ട്രിക് ലൈൻ താഴെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ മെട്രോ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ വീണാണ് മെട്രോയിൽ. അപ്പോൾ നമുക്ക് 30 രൂപയാണ് ഒരാൾക്കായിട്ടുള്ളത് എറണാകുളം സൗത്തിൽ നിന്നും പാലാരിവട്ടത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മളിതാ പാലാരിവട്ടം സ്റ്റോപ്പിലെത്തി കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ വെച്ച് തന്നെ ഒന്ന് ഫ്രഷായി. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നീല ഷോളാണ് പോകുന്നത്. എനിക്ക് ട്രെയിനിൽ പോകാൻ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഷോൾ ഇടുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മളൊന്ന് ചെയ്തൊക്കെ ആയി ഫ്രഷായി. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊരു ഓട്ടോ പിടിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. പക്ഷേ അവിടെ റോഡ് പണി നടക്കുന്നത് ഇച്ചിരി കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഫൈനലി നമ്മൾ ലക്സ് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് നമ്മൾ VIP ലോഞ്ചിലാണ് വെയിറ്റ് ചെയ്തത്.
നമ്മളൊരു 9:30 ആയപ്പോൾ എത്തിയല്ലോ. പിന്നെ അതിന് ശേഷം നമുക്ക് 11 മണിയായപ്പോൾ ഹാൾ ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞു. ഇനി ഹാളിലോട്ട് പോവുകയാണ്. പിന്നെ ഈ ഹാളിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ ഫംഗ്ഷന് ഷാനുക്കായെ കാണാനായിട്ട്. അപ്പോൾ നമ്മളും വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് പേരെ കൂടെ നമുക്ക് കാണാൻ പറ്റി. അത് നിങ്ങൾക്ക് പുറകെ വരുന്ന വീഡിയോസിലൊക്കെ അത് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പം ബാങ്ക്വറ്റ് ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ. അപ്പോൾ ഹാളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ വഴിയെ കാണിക്കാം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഹാൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെ മനസ്സിലായോ? നിന്നെ മനസ്സിലായി. നിന്നെ ഞാൻ പിടിക്കാൻ നിൽക്കായിരുന്നു. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിപ്പിച്ചിട്ടാണ് നിന്നെ വിടുള്ളൂ. മിക്ക എന്നെ വിളിച്ച സമയത്ത് എനിക്ക് എന്താണെന്ന് സംസാരിക്കണമെന്ന് ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ ആദ്യം നന്ദി പറയാനുള്ളത് ചേച്ചീനോടാണ് കേട്ടോ. ഞാൻ യൂട്യൂബില് ആ പാട്ടോടിയപ്പം ആ പാട്ട് എടുത്ത് എന്റെ യൂട്യൂബിൽ കമന്റ് ഇട്ട ആ ചേച്ചിയാണ് എന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് ഇതൊക്കെ തന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നേരിട്ട് കണ്ടതിൽ. ഇത്രേ ഉള്ളൂ പറയാൻ. അത് എന്റെ പാട്ട് കേട്ടപ്പോ എന്താണ് ഇക്കൊക്കെ തോന്നിയത്? ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണല്ലോ ഇതൊക്കെ കേൾക്കുന്നത്. വളരെയധികം സന്തോഷം തോന്നി. കാരണം നമുക്കൊക്കെ വേണ്ടി ഇത്രയും മനസ്സിൽ കൊണ്ടു നടന്ന് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി പാട്ട് പാടി അത് 4 ആൾ കേൾക്കെ അപ്ലോഡ് ചെയ്ത് ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കാണുമ്പോൾ അത് സന്തോഷമാണ്. വളരെയധികം സന്തോഷം. നന്ദി അറിയിക്കുകയാണ്. പിന്നെ എല്ലാവരും എന്റെ ചാനലൊന്ന് എന്താണ് ഷാസ് ടെലികാസ്റ്റിംഗ് യൂട്യൂബ് ചാനലിന്റെ പേര് ടെലികാസ്റ്റിംഗ് അല്ലേ? ആ. അപ്പോൾ ആളുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സഹായിച്ചു കൊടുക്കുക. നന്നാവും, ഉഷാറാവും. സത്യമായിട്ടും ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് ഷാനവാസിന്റെ ദിനാണ്, ഷാനവാസിന്റെ ആരാധകരുടെ ദിവസം. നല്ലൊരു കൈഡി കൊടുത്തേ. ഒരുപാട് ലെജൻഡ്സ് ആൻഡ് സെലിബ്രിറ്റീസ് എല്ലാവരും നമ്മുടെ മുമ്പിലുണ്ട്. സോ ഒരുമിച്ച് സന്തോഷത്തോടെ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാം പ്ലീസ്. നല്ല കൈഡി കൊടുക്കാം. Come on. നല്ലൊരു തുടക്കമാവട്ടെ 2026. പിന്നെ ലഞ്ച് ടൈം ആയിരുന്നു. ചോറുണ്ടായിരുന്നു, ബിരിയാണി റൈസ്, പിന്നെ തവ ഫിഷ് ഫ്രൈ, ചിക്കൻ കറി, തോരൻ, അങ്കമാലി മാങ്ങാക്കറി, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, സ്പ്രിംഗ് റോൾ, പിന്നെ സാലഡ്സ്, പപ്പടം, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നല്ല ആംബിയൻസും നല്ല സർവീസും ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഫുഡിന് ശേഷം സ്വീറ്റാണല്ലോ, പായസവും ഐസ്ക്രീമും ഒക്കെ കുടിച്ചു. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പോകുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നേരത്തെ കണ്ടായിരുന്നല്ലോ, ബാബു മാഡമാണ് പോകുന്നത്. അപ്പം നമ്മൾ ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റും കിട്ടി. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി കേട്ടോ. 4:20-നാണ് എത്തിയത്. പിന്നെ തിരക്കായിരുന്നു, ഈവനിങ് ടൈമല്ലേ.
പിന്നെ ഇതാ അങ്ങനെ സീറ്റൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ 9:30 ആയപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ്റെ മുഴുവൻ വീഡിയോ ആയിട്ട്, അതായത് അത് മാത്രമുള്ള വീഡിയോ ആയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.